ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യോക്ക് പാറ്റേൺ ഡിസൈനുള്ള കുർത്തിയുമായിട്ടാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെറും 1.5 മീറ്റർ ആണ് കേട്ടോ. ആ ഗ്രീൻ തുണി എടുത്തിരിക്കുന്നത് വെറും 1.5 മീറ്ററേ ഉള്ളൂ. പിന്നെ ഒരു 1/4 മീറ്റർ മതി നമ്മുടെ ആ ഒരു റാണി പിങ്ക് കളറും. അപ്പോൾ ആദ്യമായിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മുടെ കുർത്തിയുടെ മെയിൻ ഫാബ്രിക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് അടയാളപ്പെടുത്തുക. ഞാനിവിടെ 6.5 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഷോൾഡർ നോക്കിയിട്ട് അതിൻ്റെ ഹാഫ് ഇടുക. ഇപ്പോൾ ഒരു മീഡിയം ലാർജ് സൈസിനൊക്കെ ഇത് പോവും. ഇനി നമ്മുടെ ആം ഹോൾ വരയ്ക്കുന്നതിനായിട്ട് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റും കൂടെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനൊരു എൽ ഷേപ്പിൽ തന്നെ ഇപ്പോഴേ വരച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ആം റൗണ്ട് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ആം റൗണ്ടിന് വേണ്ടി വരച്ച ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഹാഫ് കാണുക. എന്നിട്ട് അവിടെ നിന്നും ആ കോർണർ സൈഡിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക. പിന്നെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 1 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി ഇടണേ. അത് നമ്മുടെ ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് കൈക്കുഴി വെട്ടുന്നതിനാണേ. ഇനി നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്താം. 9 ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്തി പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ 1.5 ഇഞ്ചും 1 ഇഞ്ചും ഒക്കെ മാർക്ക് ചെയ്തല്ലോ, അത് നമ്മുടെ ആ ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് കുഴിച്ച് വരച്ചിടാം. ഇനി നമ്മുടെ ഷേപ്പ് ലെങ്താണ് മാർക്ക് ചെയ്യുന്നത്. 13.5 ഇഞ്ചിൽ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുന്നു. കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളവർക്ക് 14-14.5 ഇഞ്ച് വരെയൊക്കെ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്യാവേ. ഇനി സ്ലിറ്റിൻ്റെ ലെങ്താണ് ഞാനിവിടെ 19 മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ താഴ്ഭാഗം ഫുള്ളായിട്ട് ഞാനങ്ങ് എടുക്കുന്നുണ്ട്. ഇതൊരു 44-45 ഇഞ്ചിൽ വരെയാണ് ഇതിൻ്റെ ലെങ്ത് ഉള്ളത്. ആ ഫുൾ ലെങ്ത് ഞാനിവിടെ എടുക്കുവാണേ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ നമ്മുടെ വണ്ണം അടയാളപ്പെടുത്താം. ആദ്യം വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം. നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് വണ്ണം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഭാഗം ഒന്ന് റൗണ്ടിന് പിടിച്ച് നോക്കുക. എന്നിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 4/1 അടയാളപ്പെടുത്തുക. ഞാനിവിടെ 8.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തു. ഇനി നമ്മുടെ സ്ലിറ്റിൻ്റെ വണ്ണമാണ് ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി. നിങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗം റൗണ്ടിൽ നിന്ന് പിടിക്കുക. ഒരുപാട് ടൈറ്റും ആക്കരുത്, എന്നാൽ ഒരുപാട് ലൂസും ആക്കരുത്. അങ്ങനെ ആ റൗണ്ടിലൊന്ന് പിടിച്ച് നോക്കിയിട്ട് അതിൻ്റെ 4/1 അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം തന്നെ ആ ലൈനുകളൊന്ന് ജോയിൻ ചെയ്യാം. ആദ്യം നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ വേസ്റ്റ് ഭാഗത്തെത്തി, അവിടുന്ന് ഹിപ്പ് ഭാഗത്തെത്തി, എന്നിട്ട് താഴേക്ക് അങ്ങ് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, താഴത്തെ അളവ് ഞാൻ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണേ. അതായത് ആ ഒരു സ്ലിറ്റിൻ്റെ താഴത്തെ വണ്ണം 11 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ വെട്ടിയത് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് അതിൻ്റെ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, കൈക്കുഴി, അതങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി നമ്മുടെ ബാക്ക് ഭാഗമാണ് എടുത്തിടേണ്ടത്. ബാക്ക് ഭാഗം എടുത്തിട്ടിട്ട് നമുക്കതിൻ്റെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ വലിയ സൈസൊക്കെ ആണെങ്കിൽ 3.5 ഇഞ്ചൊക്കെ എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ആൾക്കാരാണെങ്കിൽ 2.25, 2.5 ഇഞ്ചിലൊക്കെ എടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയത്. എന്നിട്ട് ഒരു 5.5 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്തും മാർക്ക് ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ഇഞ്ച് വേണമെന്നുള്ളത്. ഏതായാലും അത് അടയാളപ്പെടുത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പും കൂടെ മാർക്ക് ചെയ്തു. ഞാനിവിടെ ഒരു യു ഷേപ്പിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പൊതുവേ എല്ലാത്തിൻ്റെയും ബാക്ക് ഭാഗം ഇതുപോലെ യു തന്നെയാണ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അറിയുന്നതിന് വേണ്ടി അവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മുടെ ആ ഒരു യോക്ക് പാറ്റേണിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാനിവിടെ ഒരു 5 ഇഞ്ച് ലെങ്തിൽ, അതായത് 2ആയിട്ട് മടക്കി എടുത്ത് കഴിയുമ്പോൾ 5 ഇഞ്ച് ലെങ്തും 13 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ടുണ്ട്. മടക്കി ഇടുമ്പോഴുള്ളതാണ് 5 ഇഞ്ച്, അല്ലെങ്കിൽ 10 ഇഞ്ചായിരിക്കും ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാനവിടെ ഒന്ന് കുഴിച്ചിങ്ങനെ ഒന്ന് നമ്മൾ ആം ഹോളൊക്കെ ഒന്ന് കർവ് ചെയ്യുമല്ലോ, അതുപോലെ അതിനെ ഒന്ന് കർവ് ചെയ്ത് ആ ഒരു ഷേപ്പിനെ ഒന്ന് എടുക്കുവാണേ. നിങ്ങൾക്കിപ്പോൾ അതൊരു വി ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ വി ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്.
നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ആ ഒരു യോക്ക് പാറ്റേണിന് എത്രത്തോളം വീതി വേണം എന്നുള്ളത്. വേണമെങ്കിൽ ഫുള്ളായിട്ടും നമുക്ക് എടുക്കാം, അതായത് 6.5 ഇഞ്ചിൽ തന്നെ വേണം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 3 ഇഞ്ചോ അങ്ങനെയൊക്കെ എടുക്കാം. എന്നിട്ട് ഞാൻ അതിൽ നമ്മുടെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണേ. ആ മാർക്ക് ചെയ്തെടുക്കുകയാണ്. 3 ഇഞ്ചിലാണ് ലെങ്ത് മാർക്ക് ചെയ്തത്. 5 ഇഞ്ചിൽ നെക്കിൻ്റെ വിഡ്ത്തും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ യോക്കിന് വേണ്ടി എടുത്ത ആ ഒരു പേപ്പറിലാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കൊക്കെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഞാനൊരു ആലില പോലെ വരുന്ന ആ ഒരു ഷേപ്പാണ് മാർക്ക് ചെയ്ത് എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പ് അതിലേക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ യോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു റാണി പിങ്ക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു ക്ലോത്തിലേക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഫുള്ളായിട്ട് നന്നായിട്ട് ചുളിവൊന്നും വരാണ്ട് അയൺ ചെയ്തെടുക്കണം. ഈ ഒരു ക്ലോത്തിലേക്ക് വെച്ചപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ ഭാഗം നമുക്ക് സൈഡ് അടിച്ചാണ് എടുക്കേണ്ടത്. ആ ഒരു 3 സൈഡും ഒന്ന് മടക്കി അടിച്ച് എടുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ ഒരു ക്ലോത്ത് 1.5 മീറ്ററേ ഉള്ളായിരുന്നു ആകെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റാണി പിങ്ക് തന്നെയാണ് സ്ലീവിനായിട്ട് എടുക്കുന്നത്. ഒരു പഫ് സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ചാണ് പഫിൻ്റെ ഹൈറ്റ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾ ഇഷ്ടത്തിന് ചെറിയ പഫ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനൊരു 3-3.5 ഇഞ്ചിലാണ് പഫും അടയാളപ്പെടുത്തിയത്. ആ പഫ് അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ നിന്ന് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതെല്ലാവർക്കും കോമൺ ആണ്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കണമേ. അതൊരു സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് ആ ഒരു സ്ലോപ്പിൻ്റെ പാതി കാണുക. ആ പാതി കണ്ട പോയിൻ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ പഫിൻ്റെ ഭാഗത്ത് നിന്നേ ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് വന്നിട്ട് താഴേക്ക് വന്നിട്ട് ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടേക്കൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ താഴ്ഭാഗത്തേക്ക് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക. നിങ്ങളുടെ കൈവണ്ണ എത്രയാണോ വേണ്ട ആ ഒരളവെടുത്തിട്ട് അങ്ങോട്ട് ആ ഒരു ഷേപ്പിലങ്ങ് വരച്ചു കൊടുക്കുക. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, മനസ്സിലാവും നിങ്ങൾക്ക്. എന്നിട്ട് നമ്മൾ ആ ഒരു കൈഭാഗം ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു പഫിന് എവിടം വരെ ചുരുക്കിടണമെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതിന് വേണ്ടി അവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പഫിൻ്റെ ഹൈറ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ. എന്നിട്ട് ആ ഒരു നെക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ ഒരു നോച്ചിട്ട് നമ്മളങ്ങ് കൊടുക്കണേ. ഇനി നമുക്ക് ഇത് നല്ല കട്ടിയുള്ള തുണിയായതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ലൈനിങ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ആ ഒരു നെക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു ഗ്രീൻ കളറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു അറ്റത്തായിട്ട്. അപ്പോൾ നമുക്കത് ഇതുപോലെ സൈഡൊന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് കാണണം. സെൻറ്റർ കറക്റ്റായിട്ട് നന്നായിട്ട് നോക്കിയിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കണേ. ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം സ്ലോ ആയിട്ട് തന്നെയാണ് ഈ ഭാഗങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കമൻറ്റിൽ പറയണേ. എന്നിട്ട് നമ്മുടെ യോക്ക് പാർട്ട് മെയിൻ ക്ലോത്ത് എടുക്കുക. അതിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ മോശം വശത്തോട്ടാണ് അതായത് മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്താണ് ഇത് ഞാൻ തയ്ക്കുന്നത്. യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും മെയിൻ പാർട്ടിൻ്റെ മോശം വശത്തുമായിട്ടാണ് ഞാൻ ഈ തയ്ച്ച് കൊടുക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ ഒരു കട്ട് ചെയ്ത ആ ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് തട്ടുന്ന രീതിയിൽ അങ്ങ് തയ്ച്ച് പോണേ. ഇങ്ങനെ അങ്ങ് തയ്ച്ച് പോയേക്കണേ. ഇനി അതിനുശേഷം നമ്മൾ സാധാരണ നെക്ക്
കട്ട് ചെയ്ത് മറിച്ചെടുക്കുമല്ലോ, അതുപോലെ നമുക്കൊന്ന് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പേപ്പറിൽ കൊള്ളാണ്ട് സ്റ്റിച്ചിൽ കൊള്ളാണ്ട് വേണം നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ സാവകാശം തന്നെ ചെയ്താൽ മതി, ധൃതി ഒന്നും കൂട്ടരുത്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാണ്ട് ചെറിയ ചെറിയ കട്ട് വീതം കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ കുർത്തിയുടെ നല്ല വശത്തിലേക്ക് ആ ഒരു യോക്ക് പാർട്ടിനെ എടുത്തിടുന്നത്. നമ്മൾ മോശം വശത്ത് വെച്ചായിരുന്നു തയ്ച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് ഈ സമയം ആ നെക്കിനെ ഒന്ന് പതിച്ചടിക്കാം. നെക്കിനെ പതിച്ചടിക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗം നല്ല ലെവലിലേക്ക് വരും. വളരെ സാവകാശമാണ് ഞാൻ അടിച്ചു പോകുന്നത്. ചുളുവൊന്നും വരാതെ നല്ല കറക്റ്റായിട്ട് പിടിച്ച് ആ ഭാഗം ഒന്ന് അടിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാവേ. ഇപ്പം നെക്ക് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇത് മാറിയും തിരിഞ്ഞും ഒന്നും പോകത്തില്ല. നന്നായി നമ്മൾ ആ ഒരു സ്റ്റിഫ് പേപ്പർ അവിടെ അടിയിലുള്ളത് കൊണ്ടും അതങ്ങ് തെന്നിയൊന്നും പോകത്തില്ല. ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ കൈ ലെവലിലൊന്ന് പിടിച്ച് അങ്ങ് അടിച്ചാൽ മതി. ചുളിവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഞാൻ തയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആ ചുളിവ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ ഒരു കർവ് ഭാഗമൊക്കെ വരുമ്പോൾ സൂചി കുത്തി നിർത്തി ഫൂട്ടർ പൊക്കിയിട്ടൊക്കെ വേണം തയ്ക്കാനേ. ആ ഭാഗമൊക്കെ എത്തുമ്പോൾ ഒന്നുകൂടെ ആ ഒരു ക്ലോത്ത് ഭാഗത്തെ ഒന്ന് വിരിച്ച് തൂത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. വീണ്ടും കർവ് ഭാഗം വരുമ്പോൾ കുത്തി നിർത്തി ഇട്ട് വേണം വളച്ചെടുക്കേണ്ടത്. ഞാൻ കൈകൊണ്ട് ചെയ്യുന്നില്ലെന്ന് കരുതി എൻ്റെ ആ ഒരു കാൽഭാഗത്ത് നമ്മുടെ അതിൻ്റെ ഒരു ഫൂട്ടർ പൊക്കുന്നൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാനും ഫൂട്ടർ പൊക്കി തന്നെയാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ യോക്ക് ഭാഗം എന്താ വളരെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര തുടക്കക്കാർക്ക് ആയാലും ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമുക്ക് കിട്ടും, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനി ഞാൻ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ഈ ഒരു ക്ലോത്ത് തന്നെയാണ് ക്രോസ് പീസായിട്ട് എടുക്കുന്നത്. കാരണം ഞാൻ അവിടെ ഒന്ന് ചെറിയൊരു പൈപ്പിങ് കൊടുക്കാനാണ് ആ ഒരു ക്ലോത്ത് സെലക്ട് ചെയ്തത്. സിമ്പിളായിട്ട് പൈപ്പിംഗ് ത്രെഡൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു പൈപ്പിംഗ് ചെയ്തെടുക്കാം. ഇനി ഈ ബാക്ക് ഭാഗത്തെ ക്രോസ് പീസ് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഷോൾഡറും തമ്മിൽ ഒന്നിച്ച് വെച്ചതിന് ശേഷം ക്രോസ് പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ആദ്യം അവ തമ്മിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ക്രോസ് പീസും കൂടെ ചേർത്ത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ വശവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങ് ആ ഷോൾഡറിനെ ഇതേ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബാക്ക് ഭാഗം പതിച്ചടിക്കുന്നതും പൈപ്പിങ് കൊടുക്കാനും നമ്മൾ പോകുന്നത്. പൈപ്പിംഗ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നും ഇല്ല. ആ ഒരു ക്രോസ് പീസിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് വെളിയിലേക്ക് ഫുള്ളായിട്ട് മടക്കാണ്ടേ ചെറുതായിട്ടൊന്ന് തെള്ളി വെളിയിലോട്ട് കാണുന്ന രീതിയിലൊന്ന്
ആക്കിക്കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് ഒടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സാധാ തുണി വെച്ചാൽ ഇങ്ങനെ വരും. ഇതിപ്പോൾ വേറൊരു തുണി എടുത്തുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ലീവിൻ്റെ ആ ഒരു അറ്റത്ത് ആ ഒരു ഗ്രീൻ കളർ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊരു 2 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നല്ല വശവും പിന്നെ മോശം വശത്തിട്ടാണ് തയ്ച്ചത്. എന്നിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നല്ല വശത്തേക്ക് ചേർത്ത് നമുക്കങ്ങ് അടിച്ചു കൊടുക്കാവേ. കണ്ടോ, ആദ്യം ഒരു ഇഞ്ച് മടക്കിയിട്ട് പിന്നെ ഫുള്ളായിട്ട് ആ ഒരു ക്ലോത്തിലേക്ക്, സ്ലീവിൻ്റെ ക്ലോത്തിലേക്ക് എടുത്തിട്ട് തയ്ക്കുവാണേ. അതിൻ്റെ ആ ഒരു അരക് ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് പഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് അങ്ങ് കൊടുക്കുവാണേ. എന്നിട്ട് ഒരു നൂലിനെ നമ്മളിങ്ങനെ എടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്നതാണെന്ന് കരുതുന്നു. ഒന്ന് പൊട്ടാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് അതിനെ എടുക്കുകയാണേ. നൂല് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ആ ഒരു പഫിനെ കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് സ്ലീവിനെ അറ്റാച്ച് ചെയ്യാം. സ്ലീവിനെ അറ്റാച്ച് ചെയ്യുന്നതിന് ആ ഒരു പഫിൻ്റെ ഭാഗത്തെ സെൻറ്റർ കാണുക. എന്നിട്ട് ബോഡി പാർട്ടിൻ്റെയും നല്ല വശത്ത് വെച്ച് ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ച് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതൊരു ഇങ്ങനത്തെ ചുരുക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ ഒരു ചുരുക്ക് ഭാഗം വെളിയിലോട്ട് വരാണ്ട് എല്ലാം ആ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് വരാൻ ശ്രദ്ധിക്കണേ. ആദ്യം ഒരടി കൊടുത്തു, വീണ്ടും അതേ വഴി തന്നെ നമുക്ക് തിരിച്ച് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് മുകളിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് വീണ്ടും സെൻറ്ററിൽ നിന്ന് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. വീണ്ടും നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണേ. ഇതിങ്ങനെ കാണിക്കാൻ കാര്യം നമ്മൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ചൊക്കെ തന്നെ ആയിരിക്കണം ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ കൊടുക്കാനേ. അപ്പോൾ നമ്മുടെ ഒരു സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 സ്ലീവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബോഡി പാർട്ട് തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം വെച്ചിട്ട് തന്നെ താഴേക്ക് അടിച്ചു വരാം. കെട്ടിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. കൈക്കുഴിയുടെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ലെവലിൽ വെച്ചതിന് ശേഷം താഴേക്ക് അങ്ങ് അടിച്ചു വരിക. നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കട്ടിൻ്റെ ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്ത് വരിക. ആ ഒരു കട്ടെത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് നിർത്തുക കേട്ടോ. കെട്ടിട്ട് നിർത്തുക. ഇനി ഇതുപോലെ തന്നെ മറ്റേ വശവും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുത്ത് തുടങ്ങാം. ആദ്യം ഒരു അരയിഞ്ച് മടക്കി പിന്നെ അരയിഞ്ച് ഫുള്ളായിട്ടും മടക്കിയിട്ട് നമുക്കങ്ങ് മുകളിലേക്ക് അടിച്ചു പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളിവിടെ ലൈനിങ് ഇട്ടിട്ടില്ല. കാര്യം അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു തുണിയാണിത് കേട്ടോ. അപ്പോൾ ആ ഒരു ആദ്യം അരയിഞ്ച് മടക്കിയതും പിന്നെ 1 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് മടക്കിയതിനെ നമ്മൾ മുകൾ വരെയും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വരികയാണ്. എന്നിട്ട് ആ കെട്ടിട്ടതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തി ഫൂട്ടർ പൊക്കി വെച്ചതിന് ശേഷം ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വശവും അതുപോലെ തന്നെ 1 ഇഞ്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഫോൾഡിങ്ങിലേക്ക് ഒന്ന് കെട്ടിട്ട് കൊണ്ടുവരണം. ആ ഒരു സ്റ്റിച്ചിട്ട് കെട്ടിട്ട് നിർത്തുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ വശം ലെവൽ ചെയ്തതിന് ശേഷം അങ്ങ് സ്റ്റിച്ചിട്ട് വരാം. ഞാൻ ഈ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് നിങ്ങൾ ആ ഒരു ഭാഗം മാത്രം കാണുക. ഇത് ഞാൻ തുടക്കക്കാരോടാണ് പറയുന്നത്. അല്ലാത്ത ഒത്തിരി പേര് എല്ലാവർക്കും അറിയാം, നമ്മളറിയാത്തവർക്കും കൂടിയാണ് അങ്ങനെ പറയുന്നത്.
സ്പീഡിൽ പറഞ്ഞു പോകാത്തതും അതുകൊണ്ടാണേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സ്ലിറ്റിനെ നമുക്കത് കറക്റ്റ് സ്ക്വയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഈ സ്ലിറ്റ് ഒന്നുകൂടെ പെർഫെക്റ്റ് ആകാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഇപ്പുറ വശത്തുകൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. കണ്ടോ. എന്നിട്ട് അതങ്ങോട്ട് ആ ഫുള്ള് സ്റ്റിച്ച് അടിച്ച് മുകളോട്ട് കയറാണ്ട് ആ ഒരു വി ഷേപ്പിൽ കിടക്കുമല്ലോ, ആ ഭാഗം എത്തിയിട്ട് താഴേക്ക് അങ്ങ് അടിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലിറ്റ് ഇടിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റേ വശവും ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ അരിക് അടിക്കാം. ആദ്യം അരയിഞ്ച് മടക്കി പിന്നെ അരയിഞ്ച് ഫുള്ളായിട്ട് മടക്കിയിട്ട് നമുക്കങ്ങ് സ്ലിറ്റിൻ്റെ അരിക് വശം അങ്ങ് അടിച്ചു പോകാം. സ്ലിറ്റിൻ്റെ അല്ല, ടോപ്പിൻ്റെ കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെല്ലാം കെട്ടിട്ട് തന്നെ നിർത്തുകയും കെട്ടിട്ട് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് അലക്കുറുത്ത് പണി കൂടെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മുടെ സ്ലിറ്റൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. യോക്കൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് അലങ്കോല പണികളും കൂടെ അതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നേ. നിങ്ങൾക്കും ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. നമ്മുടെ ആ ഒരു പൈപ്പിംഗ് വർക്കൊക്കെ കണ്ടോ, അതൊക്കെ ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാം. ബായ്.